നമസ്കാരം, ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. ലോകം 2026 വരവേറ്റു. ബ്രിട്ടൻ പുതുവർഷത്തെ വരവേൽപ്പ് നടത്തിയത് മനോഹരമായ വെടിക്കെട്ട് പ്രകടനങ്ങളോടെ. ടോക്കിയോയിലും സിയോളിലും പരമ്പരാഗത മണിമുഴക്കൽ ആഘോഷങ്ങൾ നടന്നു. ആദ്യമായി പുതുവർഷം കാണുന്ന ഏഷ്യൻ രാജ്യങ്ങളായി ജപ്പാനും ദക്ഷിണ കൊറിയയും മാറി. ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് ലണ്ടൻ മേയർ സാദിഖ് ഖാൻ. UK സർക്കാരിന്റെ പുതിയ നികുതി പരിഷ്കാരങ്ങൾ ജനങ്ങൾക്ക് തീരാ തലവേദനയാകും. വാഹന ഉപയോക്താക്കൾക്ക് കൂടുതൽ സാമ്പത്തിക ബാധ്യത നൽകുന്ന പുതിയ നികുതി പരിഷ്കാരങ്ങൾ പ്രാബല്യത്തിൽ. ജനങ്ങളെ പ്രതിസന്ധിയിലാക്കിയ പുതിയ തീരുമാനത്തിന് പിന്നിലെ ലക്ഷ്യം സർക്കാർ വരുമാനം സ്ഥിരപ്പെടുത്തുക. UK-യിലെ NHS-ന്റെ പ്രവർത്തനത്തിൽ ഒരു പൊൻതൂവൽ കൂടി. NHS നൽകിയ ലോകത്തിലെ ഏറ്റവും ചിലവേറിയ 17.9 ലക്ഷം പൗണ്ടിന്റെ ജീൻ തെറാപ്പി ഫലം കണ്ടു. SMA ബാധിച്ച 5 വയസ്സുകാരനുണ്ടായത് അത്ഭുത പുരോഗതി. വലിയ പ്രതീക്ഷയുമായി മെഡിക്കൽ ലോകം. പുതുവത്സരത്തിലും വിദ്വേഷ പ്രസ്താവനകളുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കൊളറാഡോ ഗവർണർ ജാരഡ് പോലീസിനെയും മെസ്സാ കൗണ്ടി ജില്ലാ അറ്റോർണി ഡാൻ റുബിൻസ്റ്റീനെയും ലക്ഷ്യമിട്ട് വിദ്വേഷ പരാമർശം. ട്രംപിന്റെ പരാമർശത്തിലൂടെ പുറത്തുവരുന്നത് അമേരിക്കൻ രാഷ്ട്രീയത്തിലെ കനത്ത വിഭജനവും വിദ്വേഷവും. രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെയും അധിക്ഷേപ വർഷം. നാഷണൽ ഗാർഡ് സൈന്യത്തെ വിന്യസിക്കാനുള്ള നീക്കം താൽക്കാലികമായി നിർത്തിവെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നീക്കത്തിന് പിന്നിൽ കോടതിയുടെ ഇടപെടൽ. ഡെമോക്രാറ്റിക് ഭരണത്തിലുള്ള നഗരത്തിലെ ഗാർഡ് വിന്യാസങ്ങൾക്കെതിരെ കോടതികളിൽ നിന്ന് നേരിട്ടത് നിയമപരമായ തിരിച്ചടി. അമേരിക്കയിൽ ആശങ്കയാകുന്നു ഇൻഫ്ലുവൻസ കേസുകളിലെ വർധനവ്. രോഗവ്യാപനം വരും ആഴ്ചകളിൽ ഇനിയും ശക്തമാകാൻ സാധ്യത. ഇതുവരെ രോഗം ബാധിച്ചത് 75 ലക്ഷം പേർക്ക്. രോഗത്തിനെതിരെ മുന്നറിയിപ്പുമായി സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ. ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിക്ക് പിന്തുണ അറിയിച്ച് ഇന്ത്യ. നിലപാട് വ്യക്തമാക്കിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുമായുള്ള ബന്ധം ദൃഢമാക്കാൻ താരിഖ് റഹ്മാൻ നേതൃത്വത്തിന് കഴിയട്ടെ എന്ന് മോദി. ഖാലിദാസിയയുടെ ആശയങ്ങൾ തുടരാൻ കഴിയട്ടെ എന്നും BNPക്ക് നവ ബംഗ്ലാദേശ് സൃഷ്ടിക്കാനാവട്ടെ എന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘം തന്നെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിട്ടില്ല എന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിട്ടുണ്ടെന്നറിഞ്ഞത് മാധ്യമങ്ങളിലൂടെ മാത്രം. തനിക്കൊന്നും ഒളിച്ചുവെക്കാനോ മറച്ചുവെക്കാനോ ഇല്ല എന്നും ഏതവസരത്തിൽ ആവശ്യപ്പെട്ടാലും SITക്ക് മുന്നിൽ ഹാജരാകാൻ തയ്യാറാണെന്നും അടൂർ പ്രകാശ്. വാർത്തകൾ വിശദമായി. രാജ്യമെമ്പാടും മനോഹരമായ വെടിക്കെട്ട് പ്രകടനങ്ങളോടെ ബ്രിട്ടൻ 2026 വരവേറ്റു. ലണ്ടനിൽ 1 ലക്ഷം ആളുകൾ ഈ കാഴ്ച കാണാനെത്തി. ഇത് യൂറോപ്പിലെ ഏറ്റവും വലിയ വെടിക്കെട്ട് പ്രകടനമായി മാറി. ബഹുസാംസ്കാരികതയെ പ്രശംസിക്കുന്ന ഒരു രാഷ്ട്രീയ സന്ദേശത്തോടെയാണ് മേയർ സാദിഖ് ഖാൻ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. മറ്റ് രാജ്യങ്ങളുടെ പതാകകളും ദീപാലങ്കാരങ്ങൾ ചാർത്തി പ്രദർശിപ്പിച്ചിരുന്നു. ഇംഗ്ലണ്ടിനെ ഒരു കപ്പ് ചായ എന്ന് വിശേഷിപ്പിച്ച ഒരു ഗംഭീര വോയിസ് ഓവറും ചടങ്ങിന് അകമ്പടിയായി ഉണ്ടായിരുന്നു. ഈ ആഴ്ച അവസാനം ലണ്ടനിലെ മെറ്റ് ഓഫീസ് മഞ്ഞുവീഴ്ച മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ബ്രിട്ടനിലുടനീളം വെടിക്കെട്ട് കാണാൻ പോകുമ്പോൾ അധിക വസ്ത്രങ്ങൾ ധരിക്കാൻ ജനങ്ങളോട് അധികൃതർ ആവശ്യപ്പെട്ടിരുന്നു. ടോക്കിയോയിലും സിയോളിലും പരമ്പരാഗത മണിമുഴക്കൽ ആഘോഷങ്ങൾ നടക്കുന്ന പുതുവർഷത്തിൽ ജപ്പാനും ദക്ഷിണ കൊറിയയും ആദ്യമായി പുതുവർഷം കാണുന്ന ഏഷ്യൻ രാജ്യങ്ങളായി മാറി. UK-യിൽ വാഹന ഉപയോക്താക്കൾക്ക് കൂടുതൽ സാമ്പത്തിക ബാധ്യത നൽകുന്ന പുതിയ നികുതി പരിഷ്കാരങ്ങൾ പ്രാബല്യത്തിൽ. പരിസ്ഥിതി സൗഹൃദ വാഹനങ്ങളിലേക്കുള്ള മാറ്റത്തിനൊപ്പം സർക്കാർ വരുമാനം സ്ഥിരപ്പെടുത്തുക എന്നതാണ് ഇതിലൂടെ സർക്കാർ ലക്ഷ്യം. 2026 മുതൽ UK-യിൽ വാഹന ഉപയോക്താക്കൾക്ക് കൂടുതൽ സാമ്പത്തിക ബാധ്യത വരുത്തുന്ന നികുതി പരിഷ്കാരങ്ങൾ സർക്കാർ പ്രഖ്യാപിച്ചു. ഇതിന്റെ ഭാഗമായി വാഹന നികുതി, ഇന്ധന നികുതി, കമ്പനി കാറുകൾക്ക് ബാധകമായ ബെനിഫിറ്റ് ഇൻ കൈൻഡ് നികുതി എന്നിവ വർദ്ധിക്കും. ഏപ്രിൽ 1, 2026 മുതൽ കാറുകൾക്കും വാഹനങ്ങൾക്കും മോട്ടോർ സൈക്കിളുകൾക്കും ബാധകമായ എല്ലാ BED നിരക്കുകളും റീറ്റെയിൽ പ്രൈസ് ഇൻഡെക്സ് അനുസരിച്ച് ഏകദേശം 4.6% വരെ വർദ്ധിക്കും. പെട്രോൾ, ഡീസൽ, ഇലക്ട്രിക് വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാം ഇതിന്റെ പരിധിയിൽ വരും. ഇതോടെ പല ഡ്രൈവർമാർക്കും വർഷം തോറും 10 പൗണ്ട് മുതൽ 40 പൗണ്ട് വരെ അധിക നികുതി നൽകേണ്ടി വരും. ഇന്ധന നികുതിയിലും വർധനവുണ്ടാകും. 2022 മാർച്ച് മുതൽ നിലവിലുണ്ടായിരുന്ന ലിറ്ററിന് 5 പെൻസ് കുറവ് ഘട്ടം ഘട്ടമായി പിൻവലിക്കാനാണ് സർക്കാർ തീരുമാനം. 2026 സെപ്റ്റംബറിൽ 1 പെൻസും ഡിസംബറിൽ 2 പെൻസും 2027 മാർച്ചിൽ 2 പെൻസും വർദ്ധിപ്പിക്കുന്നതോടെ ഇന്ധന നികുതി ലിറ്ററിന് 57.95 പെൻസിലെത്തും. അതേസമയം കമ്പനി കാറുകൾക്ക് ബാധകമായ ബെനിഫിറ്റ് ഇൻ കൈൻഡ് നികുതി 2026-27 സാമ്പത്തിക വർഷത്തിൽ എല്ലാ വാഹനങ്ങൾക്കും ഉയരും. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഇത് നിലവിലെ 3% നിന്ന് 2026 ഏപ്രിൽ 6 മുതൽ 4% അതേസമയം ചില ഇലക്ട്രിക് വാഹനം വാങ്ങുന്നവർക്ക് ആശ്വാസം നൽകുന്ന തീരുമാനങ്ങളുമുണ്ട്. ലക്സറി കാർ നികുതി എന്നറിയപ്പെടുന്ന എക്സ്പെൻസീവ് കാർ സപ്ലിമെന്റിന്റെ പരിധി സീറോ എമിഷൻ വാഹനങ്ങൾക്ക് 40,000 പൗണ്ടിൽ നിന്ന് 50,000 പൗണ്ടായി 2026 ഏപ്രിൽ 1 മുതൽ ഉയർത്തും. ഇതോടെ 40,001 പൗണ്ട് മുതൽ 50,000 പൗണ്ട് വരെ വിലയുള്ള നിരവധി ജനപ്രിയ EV മോഡലുകൾക്ക് വർഷം 425 പൗണ്ട് അധിക നികുതി നൽകേണ്ടതില്ല.
യുകെയിലെ NHS നൽകിയ ലോകത്തിലെ ഏറ്റവും ചിലവേറിയ 17.9 ലക്ഷം പൗണ്ടിന്റെ ജീൻ തെറാപ്പി ഫലം കണ്ടു. SMA ബാധിച്ച 5 വയസ്സുകാരന് അത്ഭുത പുരോഗതി ഉണ്ടായത് മെഡിക്കൽ ലോകത്തിന് വലിയ പ്രതീക്ഷ. ഇംഗ്ലണ്ടിലെ കൊൾച്ചസ്റ്റർ സ്വദേശിയായ എഡ്വേർഡ് ആണ് അപൂർവ രോഗമായ സ്പൈനൽ മസ്കുലർ അട്രോഫി ബാധിച്ചിരുന്നുവെങ്കിലും ചികിത്സയ്ക്ക് ശേഷം അത്ഭുതകരമായ പുരോഗതി കൈവരിച്ചത്. കുഞ്ഞിന് ലഭിച്ച ചികിത്സയെ തുടർന്ന് അവിശ്വസനീയമായ മാറ്റങ്ങളാണ് ഉണ്ടായതെന്ന് അമ്മ മേഗൻ പറഞ്ഞു. മസിലുകളുടെ വളർച്ചയ്ക്ക് അനിവാര്യമായ പ്രോട്ടീൻ ശരീരത്തിൽ ഇല്ലാതാകുന്ന ജനിതക രോഗമാണ് SMA. ഇതിനെതിരെയുള്ള ജീൻ തെറാപ്പിയായ സോൾജൻസ്മ എഡ്വേർഡിന് ശൈശവകാലത്തു തന്നെ നൽകുകയായിരുന്നു. ഒരു തവണ മാത്രം നൽകുന്ന ഈ ചികിത്സയ്ക്ക് 17.9 ലക്ഷം പൗണ്ട്, അതായത് ഏകദേശം 19 കോടി ചെലവുണ്ട്. 2021 NHS-ലൂടെ ഈ മരുന്ന് ലഭിച്ച ഇംഗ്ലണ്ടിലെ ആദ്യ കുട്ടികളിൽ ഒരാളായിരുന്നു എഡ്വേർഡ്. ചികിത്സയ്ക്ക് ശേഷം സാധ്യമാകുമെന്ന് ഒരിക്കലും കരുതാത്ത നിരവധി മാറ്റങ്ങളാണ് എഡ്വേർഡ് കൈവരിച്ചതെന്ന് അമ്മ മേഗൻ പറഞ്ഞു. ഇന്ന് സ്വതന്ത്രമായി നടക്കാൻ കഴിയുന്ന നിലയിലേക്ക് എത്തിയ മകൻ എന്റെ എല്ലാ സന്തോഷവുമാണെന്നും അവർ കൂട്ടിച്ചേർത്തു. അപൂർവ ജനിതക രോഗങ്ങൾക്കുള്ള നവീന ചികിത്സകൾ മനുഷ്യജീവിതം മാറ്റിമറിക്കാനാകുമെന്നതിന് NHS-ന്റെ പിന്തുണയോടെ നേടിയ ഈ വിജയം ശക്തമായ ഉദാഹരണമായി മാറുകയാണ്. ലണ്ടനിലെ കെനിങ്സ്റ്റൺ കൊട്ടാരത്തിൽ നുഴഞ്ഞുകയറിയ ആളെ പോലീസ് പിടികൂടി. 39-കാരനായ ഡെറക് ഈഗനാണ് ഒരു വേലി ചാടിക്കടന്ന് പൂന്തോട്ടത്തിൽ കയറിയത്. ഇയാളുടെ പേരിൽ അതിക്രമിച്ചു കയറിയതിന് കേസെടുത്തിട്ടുണ്ട്. ക്രിസ്മസിന് തൊട്ടു മുൻപ് കെൻസിംഗ്ടൺ കൊട്ടാരത്തിന്റെ പരിസരത്ത് ഭാരമുള്ള ബാഗുമായി ഇയാൾ 2 തവണ കയറിയതായി പറയപ്പെടുന്നു. ഡിസംബർ 21 ആദ്യമായി കടന്നു കയറിയതായി ആരോപിക്കപ്പെട്ടതിനു ശേഷം ഈഗനെ അറസ്റ്റ് ചെയ്തു. തുടർന്ന് വീണ്ടും നുഴഞ്ഞു കയറിയതിനെ തുടർന്ന് ഡിസംബർ 23 വീണ്ടും അറസ്റ്റ് ചെയ്തു. ഈഗൻ ഇപ്പോൾ കസ്റ്റഡിയിലാണ്. സുരക്ഷാ ലംഘനങ്ങളെ കുറിച്ച് രാജകീയ സഹായികളെ അറിയിച്ചിട്ടുണ്ടെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മെറ്റ് പോലീസ് റോയൽ സ്പെഷ്യലിസ്റ്റ് പ്രൊട്ടക്ഷൻ കമാൻഡ് ഉദ്യോഗസ്ഥർ കൊട്ടാരം പൂന്തോട്ടങ്ങൾ പരിശോധിക്കാൻ എത്തിയപ്പോഴാണ് ഇയാളെ പിടികൂടിയത്. പ്രിൻസ് വില്യം, രാജകുമാരി എന്നിവരുൾപ്പെടെ 10 രാജകുടുംബാംഗങ്ങളുടെ ഔദ്യോഗിക വസതിയാണ് കെൻസിംഗ്ടൺ കൊട്ടാരം. നുഴഞ്ഞുകയറ്റ സമയത്ത് ഇവർ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്നില്ല. കുറ്റപത്രത്തിൽ പ്രതിയായപ്പോൾ ഈഗൻ അസഭ്യം പറയുകയും ഗ്ലാസിൽ അടിക്കുകയും ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട്. UK ചാനൽ ടണലിൽ ഉണ്ടായ വലിയ സാങ്കേതിക തകരാറിനെ തുടർന്ന് തടസ്സപ്പെട്ട യൂറോസ്റ്റാറിലെ ഷട്ടിൽ ട്രെയിൻ സർവീസുകൾ വീണ്ടും സാധാരണ നിലയിലായി. UKയെയും ഫ്രാൻസിനെയും ബന്ധിപ്പിക്കുന്ന ടണലിലെ ഓവർഹെഡ് വൈദ്യുതി വിതരണ സംവിധാനത്തിലെ തകരാറും ഒരു ട്രെയിൻ വഴിയിൽ കുടുങ്ങിയതുമാണ് ചൊവ്വാഴ്ച ആയിരക്കണക്കിന് യാത്രക്കാരെ ദുരിതത്തിലാക്കിയത്. യാത്രയിലുടനീളം നടത്തിയ അറ്റകുറ്റപ്പണികൾക്കു ശേഷം ബുധനാഴ്ച രാവിലെയോടെ സർവീസുകൾ പുനരാരംഭിച്ചു. സംഭവത്തെ തുടർന്ന് ചെറിയ വൈകലുകളും അവസാന നിമിഷ റദ്ദാക്കലുകളും ഉണ്ടാകാമെന്ന് യൂറോസ്റ്റാർ മുന്നറിയിപ്പ് നൽകി. ലണ്ടൻ സെന്റ് പാൻക്രാസ് സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുന്ന ബുധനാഴ്ചത്തെ ഭൂരിഭാഗം സർവീസുകളും നടത്തിയെങ്കിലും പാരീസ്, ബ്രസൽസ്, ആംസ്റ്റർഡാം എന്നിവിടങ്ങളിലേക്കുള്ള 3 സർവീസുകൾ റദ്ദാക്കി. യാത്രക്കാർ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ തത്സമയ വിവരങ്ങൾ പരിശോധിക്കണമെന്നും യൂറോസ്റ്റാർ അറിയിച്ചു. ന്യൂ ഇയർ ഈവ് പരിപാടികൾക്കായി ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്ന ആയിരങ്ങൾക്കാണ് തടസ്സം നേരിട്ടത്. ചൊവ്വാഴ്ച ലണ്ടൻ, പാരീസ്, ആംസ്റ്റർഡാം, ബ്രസൽസ് റൂട്ടുകളിലെ മിക്ക ട്രെയിനുകളും റദ്ദാക്കിയതോടെ സ്റ്റേഷനുകളിൽ വൻ തിരക്കുണ്ടായി. ചില യാത്രക്കാർ മണിക്കൂറുകളോളം ട്രെയിനുള്ളിൽ കുടുങ്ങി. ടണൽ ഓപ്പറേറ്റർ ഗെറ്റ്ലിംഗ് പ്രശ്നം പരിഹരിച്ചതായി അറിയിച്ചു. തടസ്സം നേരിട്ട യാത്രക്കാർക്ക് പൂർണ്ണ ടിക്കറ്റ് റീഫണ്ടും അധിക നഷ്ടപരിഹാരവും നൽകുമെന്നും യൂറോസ്റ്റാർ വ്യക്തമാക്കി. റെയിനെയർ വീണ്ടും വിവാദത്തിൽ. വിമാനയാത്രക്കിടയിൽ ട്രോളിയിൽ നിന്നും ചില വസ്തുക്കൾ മോഷണം പോയതോടെയാണ് വീണ്ടും വിവാദത്തിൽ ഇടം പിടിച്ചിരിക്കുന്നത്. സംഭവം അറിഞ്ഞ് എഡിൻബർഗ് വിമാനത്തിലെത്തിയ പോലീസ് വിമാനത്തിനകത്ത് കയറി പരിശോധിച്ചു. ഗ്രാൻഡ് കനേരിയയിലെ ലാസ് പാമാസിൽ നിന്നും എത്തിയ വിമാനത്തിലാണ് ക്രിസ്മസ് തലേന്ന് ഈ സംഭവം ഉണ്ടായത്. മോഷ്ടിച്ച വസ്തു തിരികെ നൽകണമെന്നും ഇല്ലെങ്കിൽ മുഴുവൻ യാത്രക്കാർക്കും ദുരിതം അനുഭവിക്കേണ്ടി വരുമെന്നും പൈലറ്റ് പറഞ്ഞിരുന്നു. അതിനിടയിൽ ഒരു യാത്രക്കാരൻ സംഭവങ്ങളെല്ലാം ചിത്രീകരിക്കുന്നുണ്ടായിരുന്നു. മോഷണ വസ്തു സ്വമേധയാ തിരിച്ചേൽപ്പിച്ചില്ല എങ്കിൽ എല്ലാ യാത്രക്കാരെയും പോലീസ് പരിശോധിക്കുമെന്ന് പൈലറ്റ് പറയുന്നത് വീഡിയോയിൽ കേൾക്കാം. വിമാനത്തിന്റെ ഇടനാഴിയിൽ പോലീസ് പരിശോധന നടത്തുന്ന ദൃശ്യങ്ങളും ലഭ്യമാണ്. ആരും കുറ്റം സമ്മതിക്കുകയോ മോഷണ വസ്തു തിരിച്ചേൽപ്പിക്കുകയോ ചെയ്യാതിരുന്നതിനാൽ പോലീസ് എല്ലാ യാത്രക്കാരെയും പരിശോധിച്ചു. വിമാനത്തിനകത്തെ ബാഗേജുകളും പരിശോധനയ്ക്ക് വിധേയമാക്കി. എന്നാൽ പോലീസ് പരിശോധനയിലും മോഷണവസ്തു കണ്ടെത്താനായില്ല. ലോകം പ്രതീക്ഷയോടെ പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 2025 അവസാന മണിക്കൂറുകൾ ആഘോഷത്തിനു പകരം വിദ്വേഷ പ്രസ്താവനകളിൽ മുഴുകിയിരിക്കുകയായിരുന്നു. മാർ-എ-ലാഗോയിൽ നിന്ന് ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ ട്രംപ് തന്റെ രാഷ്ട്രീയ എതിരാളികളെ രൂക്ഷമായി അധിക്ഷേപിച്ചു. കൊളറാഡോ ഗവർണർ ജാരഡ് പോലീസിനെയും മെസ്സാ കൗണ്ടി ജില്ലാ അറ്റോർണി ഡാൻ റൂബിൻസ്റ്റിനെയും ലക്ഷ്യമിട്ട് നരകത്തിൽ ചീഞ്ഞു പോകട്ടെ എന്നുവരെ പറഞ്ഞ ട്രംപ് മുൻ കൗണ്ടി ക്ലർക്ക് ടിന പീറ്റേഴ്സിന്റെ ശിക്ഷയെ ചോദ്യം ചെയ്തതുമാണ് ആക്രമണം ശക്തമാക്കിയത്. ട്രംപിന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് പ്രതികരിച്ച പോലീസ് പുതുവർഷത്തിൽ ട്രംപ് ഓൺലൈൻ വിദ്വേഷം കുറച്ച് ജനജീവിത ചെലവ് കുറയ്ക്കുന്നതിൽ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. റൂബിൻസ്റ്റീൻ കൂടുതൽ കടുത്ത ഭാഷയിലാണ് മറുപടി നൽകിയത്. വസ്തുതയും നിയമവും കൈവശമില്ലാത്തതിനാലാണ് ട്രംപ് നിലവിട്ട് പെരുമാറുന്നതെന്നായിരുന്നു പ്രതികരണം. ഇതോടൊപ്പം നടൻ ജോർജ് ക്ലൂണിയെ
ഷായെയും മനുഷ്യാവകാശ അഭിഭാഷക അമൽ ക്ലൂണിയെയും മിന്നസോട്ട ഗവർണർ ടിം വാൾസിനെയും കോൺഗ്രസ് അംഗം ഇൽഹാൻ ഒമറിനെയും ട്രംപ് വീണ്ടും അധിക്ഷേപിച്ചു. നേരത്തെ തന്നെ തള്ളിക്കളഞ്ഞ ആരോപണങ്ങൾ ആവർത്തിച്ചായിരുന്നു പല പോസ്റ്റുകളും. പ്രതീക്ഷയും ഐക്യവും ചൂണ്ടിക്കാട്ടി ലോകം 2026 വരവേറ്റപ്പോൾ അമേരിക്കൻ രാഷ്ട്രീയത്തിലെ കനത്ത വിഭജനവും വിദ്വേഷവുമാണ് ട്രംപിന്റെ പുതുവത്സര സന്ദേശങ്ങൾ പ്രതിഫലിപ്പിച്ചത്. അമേരിക്കയിൽ ഇൻഫ്ലുവൻസ കേസുകൾ അതിവേഗം വർദ്ധിക്കുന്നതായി സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ. രോഗവ്യാപനം വരും ആഴ്ചകളിൽ ഇനിയും ശക്തമാകാൻ സാധ്യത. ഈ സീസണിൽ ഇതുവരെ ഏകദേശം 75 ലക്ഷം ആളുകൾക്ക് രോഗം ബാധിച്ചു. ഈ സീസണിൽ ഇതുവരെ ഏകദേശം 75 ലക്ഷം ആളുകൾക്ക് രോഗം ബാധിക്കുകയും 3100 പേർ മരണപ്പെടുകയും ചെയ്തു. കഴിഞ്ഞ ആഴ്ചയിൽ മാത്രം 19,000-ഓളം പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഓസ്ട്രേലിയയിൽ റിപ്പോർട്ട് ചെയ്ത ഇൻഫ്ലുവൻസ എ എന്ന വൈറസിന്റെ പുതിയ വകഭേദമാണ് നിലവിലെ വ്യാപനത്തിന് പ്രധാന കാരണം. ഇതിന് രോഗപ്രതിരോധ ശേഷിയെ മറികടക്കാൻ കെൽപ്പുള്ളതിനാൽ അതിവേഗം പടരുന്നു. ന്യൂയോർക്കിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വടക്കുകിഴക്കൻ, മിഡ്വെസ്റ്റ്, ദക്ഷിണ മേഖലകളിലും രോഗവ്യാപനം കൂടുതലാണ്. നിലവിലെ വാക്സിൻ പുതിയ വകഭേദത്തിനെതിരെ 30 മുതൽ 40% വരെ മാത്രമേ ഫലപ്രദമാകാൻ സാധ്യതയുള്ളൂ എങ്കിലും കടുത്ത രോഗാവസ്ഥയിൽ നിന്നും മരണത്തിൽ നിന്നും രക്ഷപ്പെടാൻ വാക്സിൻ എടുക്കുന്നതാണ് നല്ലതെന്ന് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. പൊതുഗതാഗതം ഉപയോഗിക്കുമ്പോഴും ആൾക്കൂട്ടത്തിനിടയിലും N95 മാസ്കുകൾ ധരിക്കുക. രോഗബാധിതർ മറ്റുള്ളവരിൽ നിന്ന് വിട്ടുനിൽക്കുക. രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ഡോക്ടറെ കാണുകയും ചികിത്സ തേടുകയും ചെയ്യുക എന്നീ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഷിക്കാഗോ, ലോസ് ഏഞ്ചൽസ്, പോർട്ട്ലൻഡ് നഗരങ്ങളിലേക്ക് നാഷണൽ ഗാർഡ് സൈന്യത്തെ വിന്യസിക്കാനുള്ള നീക്കം താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഡെമോക്രാറ്റിക് ഭരണത്തിലുള്ള നഗരങ്ങളിലെ ഗാർഡ് വിന്യാസങ്ങൾക്കെതിരെ കോടതികളിൽ നിന്നു നേരിട്ട തുടർച്ചയായ നിയമപരമായ തിരിച്ചടികളാണ് തീരുമാനത്തിന് പിന്നിൽ. ട്രൂത്ത് സോഷ്യലിൽ നടത്തിയ കുറിപ്പിൽ വിന്യാസങ്ങൾ കുറ്റകൃത്യങ്ങൾ നിയന്ത്രിക്കാൻ സഹായിച്ചുവെന്ന അവകാശവാദം ഉന്നയിച്ച ട്രംപ് ഫെഡറൽ സർക്കാർ ഇടപെട്ടിട്ടില്ല എങ്കിൽ ഈ നഗരങ്ങൾ കൈവിട്ടു പോയേനെ എന്നും പറഞ്ഞു. ഷിക്കാഗോയിലും പോർട്ട്ലൻഡിലും ഗാർഡ് വിന്യാസം കോടതി ഉത്തരവിലൂടെ തടയപ്പെട്ടിരുന്നു. കാലിഫോർണിയയിൽ US ജില്ലാ കോടതി കടുത്ത വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെ ഗാർഡ് അംഗങ്ങൾ പിന്മാറിയിരുന്നു. ഇതിന് പിന്നാലെ ബുധനാഴ്ച 9ാം സർക്യൂട്ട് അപ്പീൽസ് കോടതി ഗാർഡിന്റെ നിയന്ത്രണം കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസത്തിനാണ് കൈമാറേണ്ടതെന്ന് വിധിച്ചു. ഷിക്കാഗോയിലേക്കുള്ള വിന്യാസവുമായി ബന്ധപ്പെട്ട ട്രംപ് ഭരണകൂടത്തിന്റെ അടിയന്തര ഹർജിയും കഴിഞ്ഞ ആഴ്ച സുപ്രീം കോടതി തള്ളിയിരുന്നു. വിഷയത്തിൽ സുപ്രീം കോടതി ഇടപെടുന്നത് ഇതാദ്യമായിരുന്നെങ്കിലും പ്രസിഡന്റിന്റെ അധികാര പരിധിയെക്കുറിച്ച് വ്യക്തത നൽകുന്നതായിരുന്നു വിധി. കുറ്റകൃത്യങ്ങൾ തടയാനും കുടിയേറ്റ വകുപ്പ് ഉദ്യോഗസ്ഥരെയും ഫെഡറൽ സ്ഥാപനങ്ങളെയും സംരക്ഷിക്കാനുമാണ് ഗാർഡ് ആവശ്യപ്പെടുന്നതെന്നായിരുന്നു ട്രംപ് ഭരണകൂടത്തിന്റെ വാദം. എന്നാൽ ഡെമോക്രാറ്റിക് ഗവർണർമാർ വിന്യാസത്തെ ശക്തമായി എതിർത്തതോടെ സിവിലിയൻ കാര്യങ്ങളിൽ സൈനിക ഇടപെടലിനെ കുറിച്ച് ഫെഡറൽ ജഡ്ജിമാരും ആശങ്ക പ്രകടിപ്പിച്ചു. ഭരണഘടന ഉറപ്പു നൽകുന്ന അടിസ്ഥാന സ്വാതന്ത്ര്യങ്ങളെ സംരക്ഷിക്കുന്നതിൽ ഈ തത്വം നിർണായകമാണ് എന്ന് പോർട്ട്ലൻഡ് വിന്യാസം ആരോപിച്ച ഉത്തരവിൽ US ജില്ലാ ജഡ്ജി കരീൻ ഇമ്മർട്ട്വുഡ് വ്യക്തമാക്കി. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 121.21 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.15 യൂറോ. ഒരു US ഡോളർ 89.97 ഇന്ത്യൻ രൂപ. ഒരു യൂറോ 105.68 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.35 US ഡോളർ. ഒരു കനേഡിയൻ ഡോളർ 65.55 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം നാഷണൽ ന്യൂസ്. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. അന്തരിച്ച ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ബീഗം ഖാലിദ സിയയുടെ മകൻ താരിഖ് റഹ്മാൻ നയിക്കുന്ന ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിക്ക് പിന്തുണ അറിയിച്ച് നിർണായക നീക്കവുമായി ഇന്ത്യ. ഖാലിദ സിയയുടെ നിര്യാണത്തിൽ നൽകിയ അനുശോചന കുറിപ്പിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിലപാട് വ്യക്തമാക്കിയത്. ഖാലിദ സിയയുടെ ആശയങ്ങൾ തുടരാൻ കഴിയട്ടെ എന്നും BNPക്ക് നവ ബംഗ്ലാദേശ് സൃഷ്ടിക്കാനാവട്ടെ എന്നും മോദി അനുശോചന കത്തിൽ വ്യക്തമാക്കി. വിദേശകാര്യ മന്ത്രി S ജയശങ്കർ മുഖേനയാണ് നരേന്ദ്രമോദി BNP ആക്ടിംഗ് ചെയർമാൻ താരിഖ് റഹ്മാന് കത്ത് കൈമാറിയത്. ഇന്ത്യയുമായുള്ള ബന്ധം ദൃഢമാക്കാൻ താരിഖ് റഹ്മാൻ നേതൃത്വത്തിന് കഴിയട്ടെ എന്നും മോദി അനുശോചന കുറിപ്പിൽ പറഞ്ഞു. 2026 ഫെബ്രുവരി 12 ബംഗ്ലാദേശിൽ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ഇന്ത്യ നയത്തിൽ വലിയ മാറ്റം വരുത്തിയിരിക്കുന്നത്. ആകെ കലുഷിതമായ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കു നേരെയുള്ള ആക്രമണങ്ങളിൽ ഇന്ത്യ കടുത്ത എതിർപ്പ് അറിയിച്ചിരുന്നു. ഇന്ത്യക്കാർക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളിലും കൊലപാതകങ്ങളിലും ആശങ്കയറിയിച്ച് ഇന്ത്യ സാഹചര്യം കൂടുതൽ മെച്ചപ്പെടണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും നടപടികളൊന്നും ഉണ്ടായിരുന്നില്ല. ഇടക്കാല സർക്കാരിന്റെ പ്രവർത്തനത്തിൽ ഇന്ത്യ അതൃപ്തി അറിയിച്ചിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് BNPക്ക് ഇന്ത്യ പരസ്യ പിന്തുണ നൽകിയിരിക്കുന്നത്. BNPക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു പുതിയ ബംഗ്ലാദേശ് കെട്ടിപ്പടുക്കണമെന്നാണ് താരിഖ് റഹ്മാൻ നൽകിയ കത്തിൽ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഖാലിദ സിയയുടെ കാലത്ത് ഇന്ത്യയുമായുള്ള ബംഗ്ലാദേശിന്റെ ബന്ധത്തെക്കുറിച്ചൊക്കെ പ്രധാനമന്ത്രി കത്തിൽ വാചാലനാകുന്നുണ്ട്. നയതന്ത്ര തലത്തിലും അല്ലാതെയും ഇന്ത്യയും ബംഗ്ലാദേശും ഒരു ബന്ധം കൂടുതൽ ഊഷ്മളമാകുന്നതിന്റെ സാഹചര്യവും മോദി കത്തിൽ വിശദീകരിക്കുന്നുണ്ട്. പുത്തൻ പ്രതീക്ഷകളുമായി പുതുവത്സരം പിറന്നു. ആവേശം തിരതല്ലിയ ആഘോഷങ്ങളോടെ നഗരവാസികൾ പുതിയ വർഷത്തെ വരവേറ്റു. രാത്രി പകലാക്കിയായിരുന്നു ബാംഗ്ലൂരുവിലെ ആഘോഷങ്ങൾ. പബ്ബുകൾ, റെസ്റ്റോറന്റുകൾ, ഹോട്ടലുകൾ എന്നിവിടങ്ങളിൽ പ്രത്യേക പുതുവത്സര പാർട്ടികൾ ഉണ്ടായിരുന്നു.
ചെറുപ്പക്കാരിൽ ബഹുഭൂരിപക്ഷവും ഇതിന്റെ ആവേശത്തിലായിരുന്നു. സകുടുംബം പുതുവത്സരം ആഘോഷിക്കാൻ റെസ്റ്റോറന്റുകളിൽ എത്തിയവരും കുറവായിരുന്നില്ല. പകൽ നഗരത്തിൽ പതിവ് ഗതാഗത തിരക്കുണ്ടായിരുന്നില്ല. എന്നാൽ വൈകുന്നേരം കഴിഞ്ഞപ്പോഴേക്കും തിരക്കായി. ആഘോഷം പൊടിപിടിച്ചപ്പോൾ അർദ്ധരാത്രിയിലും നിരത്തുകൾ സജീവമായി. MG റോഡ്, ചർച്ച് സ്ട്രീറ്റ്, കൊറമംഗല, ഇന്ദിരാനഗർ തുടങ്ങിയവിടങ്ങളിലെല്ലാം വൻ ആഘോഷങ്ങളാണ് അരങ്ങേറിയത്. IT മേഖലയായ ഇലക്ട്രോണിക് സിറ്റിയിലും വൈറ്റ് ഫീൽഡിലുമെല്ലാം ആളുകൾ പുതുവത്സരത്തെ ആവേശത്തോടെ വരവേറ്റു. നഗരത്തിലെ പ്രധാന വാണിജ്യ സമുച്ചയങ്ങൾ ദീപാലങ്കാരങ്ങളാൽ ശോഭിച്ചു. തെരുവുകളിൽ നൃത്തം ചെയ്തും പാട്ടുകൾ പാടിയും യുവാക്കൾ ആഘോഷത്തിന് മാറ്റുകൂട്ടി. കടുത്ത സുരക്ഷാ വലയത്തിലായിരുന്നു ആഘോഷ പരിപാടികൾ നടത്തിയത്. നഗരത്തിൽ സുരക്ഷയ്ക്കായി 20,000-ഓളം പോലീസിനെ നിയോഗിച്ചിരുന്നു. ഗതാഗത നിയന്ത്രണം, ക്രമസമാധാനം എന്നിവയ്ക്കായി നഗരത്തിലുടനീളം പോലീസ് ഉണ്ടായിരുന്നു. നിരീക്ഷണത്തിനായി താൽക്കാലിക ടവറുകൾ സ്ഥാപിച്ചിരുന്നു. ഡ്രോൺ ക്യാമറ ഉപയോഗിച്ചുള്ള നിരീക്ഷണവും ഉണ്ടായിരുന്നു. പുതുവത്സരാഘോഷം പ്രമാണിച്ച് നമ്മ മെട്രോ സർവീസ് സമയം നീട്ടി. സാധാരണ രാത്രി 11ഓടെ സർവീസ് അവസാനിപ്പിക്കുന്ന സ്ഥാനത്ത് അടുത്ത ദിവസം പുലർച്ചെ 3:10 വരെ അധിക സർവീസ് നടത്തുകയായിരുന്നു. ഇതേസമയം രാത്രി 11 ടിക്കറ്റ് കൗണ്ടറുകൾ പ്രവർത്തനം അവസാനിപ്പിച്ചിരുന്നു. പിന്നീട് QR കോഡ്, സ്മാർട്ട് കാർഡ് മാർഗത്തിലായിരുന്നു ടിക്കറ്റ് ബുക്കിംഗ് അനുവദിച്ചിരുന്നത്. BMTCയും സർവീസ് സമയം നീട്ടിയിരുന്നു. രാത്രി 11-ന് സർവീസ് അവസാനിപ്പിക്കുന്ന സ്ഥാനത്ത് പുലർച്ചെ 2 വരെ BMTC സർവീസ് നടത്തി. പുതുവർഷത്തിൽ ബുള്ളറ്റ് ട്രെയിനും ഹൈഡ്രജൻ തീവണ്ടിയുമായി റെയിൽവേ പറക്കും. ആദ്യ ഹൈഡ്രജൻ ട്രെയിനും 2026-ൽ ട്രാക്കിലിറങ്ങും. ആദ്യഘട്ടത്തിൽ 35 ഹൈഡ്രജൻ ട്രെയിൻ ഓടിക്കാനാണ് റെയിൽവേയുടെ പദ്ധതി. ആദ്യ ബുള്ളറ്റ് ട്രെയിനിന്റെ ആദ്യ റീച്ച് പരീക്ഷണോട്ടവും ഈ വർഷം നടക്കും. ചെന്നൈ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി രൂപകൽപ്പന ചെയ്ത ഹൈഡ്രജൻ ട്രെയിൻ ഹരിയാനയിലെ ജിൽ സോനാപത് റൂട്ടിലാണ് ഓട്ടം നടത്തുക. നാഷണൽ ഹൈസ്പീഡ് റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് നേതൃത്വം. പ്രധാന മേഖലകളിൽ ബുള്ളറ്റ് ട്രെയിൻ ഓടിക്കാനുള്ള സാധ്യതാ പഠനം നടത്താൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. വന്ദേ ശ്രേണിയിലെ വന്ദേ സ്ലീപ്പർ ജനുവരിയിൽ ഓടും. 160 കിലോമീറ്ററാണ് ഇതിന്റെ വേഗത. ഡൽഹി മുംബൈ പാതയിലെ കോട്ട ഡിവിഷനിൽ പരീക്ഷണ ഓട്ടം നടത്തി. രാജസ്ഥാനിലെ ജോധ്പൂർ ഡിവിഷനിൽ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഹൈസ്പീഡ് ട്രെയിനിന്റെ പരീക്ഷണ ട്രാക്ക് 2026-ൽ പൂർത്തിയാകും. 64 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ ട്രാക്കിൽ 220 കിലോമീറ്റർ വേഗത്തിൽ ട്രെയിൻ ഓടിച്ച് പരീക്ഷിക്കും. ഡീസൽ, വൈദ്യുതി എഞ്ചിനുകളിൽ നിന്ന് വിഭിന്നമാണ് ഹൈഡ്രജൻ വണ്ടിയുടെ എഞ്ചിൻ. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്രാഥമിക വിഭവമായി വെള്ളം ഉപയോഗിക്കും. ട്രെയിനിന്റെ ചലനത്തിന് ആവശ്യമായ വൈദ്യുതിക്കായി ഹൈഡ്രജൻ ഇന്ധന സെല്ലുകൾ ഉപയോഗിക്കുന്നു. ഇവ ഓക്സിജനുമായി ചേർന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും. ഒരു ഹൈഡ്രജൻ വണ്ടിയുടെ ഓരോ ബോഗിയിലും ഫ്യൂവൽ സെല്ലുകൾ ഉണ്ടാകും. കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ലിഥിയം ബാറ്ററിയിൽ ശേഖരിക്കും. ട്രെയിൻ പുറംതള്ളുന്നത് നീരാവി മാത്രമാണ്. മണിക്കൂറിൽ 140 കിലോമീറ്റർ വേഗത്തിൽ ട്രെയിൻ ഓടിക്കാം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘം തന്നെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിട്ടില്ല എന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. തന്നെ ചോദ്യം ചെയ്യാനായി വിളിച്ചിട്ടുണ്ട് എന്നറിഞ്ഞത് മാധ്യമങ്ങളിലൂടെ മാത്രമാണ്. എന്നാൽ ആരും തന്നെ വിളിച്ചിട്ടില്ല എന്നും അടൂർ പ്രകാശ് കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി ഉണ്ടാക്കിയിട്ടുള്ള പുതിയ പണിയാണിതെന്നാണ് തോന്നുന്നതെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. തനിക്കൊന്നും ഒളിച്ചു വെക്കാനോ മറച്ചു വെക്കാനോ ഇല്ല. ഏത് അവസരത്തിൽ ആവശ്യപ്പെട്ടാലും SITക്ക് മുന്നിൽ ഹാജരാകാൻ തയ്യാറുമാണ്. ഏതെങ്കിലും അവസരത്തിൽ SIT വിളിച്ചാൽ മാധ്യമങ്ങളെ കൂടി കൊണ്ടുവരാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെടും. അനുവദിച്ചില്ല എങ്കിൽ താൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ മാധ്യമങ്ങളെ കൂടി അറിയിച്ച ശേഷമേ SITക്ക് മുന്നിൽ പോകൂ. തനിക്ക് യാതൊരു ഭയവും ആശങ്കയുമില്ല. എവിടെയും ഒളിച്ചോടി പോകുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. സോണിയാഗാന്ധിയെ കാണാൻ താൻ ആർക്കും അപ്പോയിന്റ്മെന്റ് എടുത്തു കൊടുത്തിട്ടുമില്ല. ഇക്കാര്യം ആർക്കും പരിശോധിക്കാവുന്നതാണ്. കൊള്ളക്കാരൻ ആണെന്ന് അറിഞ്ഞുകൊണ്ടല്ല പോറ്റിയെ കണ്ടത്. ശബരിമല അന്നദാനത്തിന് ക്ഷണിച്ചപ്പോൾ പോയെന്ന് മാത്രം. ബാക്കി കാര്യങ്ങളെല്ലാം SITക്ക് മുന്നിൽ വെളിപ്പെടുത്തുമെന്നും അടൂർ പ്രകാശ് കൂട്ടിച്ചേർത്തു. 2027 ഫെബ്രുവരിയിൽ ആരംഭിക്കുന്ന സെൻസസിന്റെ ആദ്യ ഘട്ടം എന്ന നിലയിൽ വീടുകളുടെ കണക്കെടുപ്പ് ഇക്കൊല്ലം ഏപ്രിലിൽ ആരംഭിക്കും. സെപ്റ്റംബറിനുള്ളിൽ പൂർത്തിയാക്കാനാണ് നിർദ്ദേശം. സെൻസസ് നടപടികളുടെ തുടക്കമെന്ന നിലയിൽ കളക്ടർമാർ മുതൽ ഉദ്യോഗസ്ഥർക്ക് വരെ ചുമതല നൽകി പൊതുഭരണ വകുപ്പ് വിജ്ഞാപനം പുറത്തിറക്കി. രണ്ടാം ഘട്ടമായ 2027 ഫെബ്രുവരിയിൽ ജനങ്ങളുടെ കണക്കെടുപ്പ് നടത്തും. ഇതിനൊപ്പം ജാതി സെൻസസും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഡിജിറ്റൽ മാധ്യമം ഉപയോഗിക്കുന്ന ആദ്യത്തെ സെൻസസ് എന്ന പ്രത്യേകതയും ഇക്കുറിയുണ്ട്. പ്രത്യേക മൊബൈൽ ആപ്ലിക്കേഷനും പോർട്ടലും ഇതിനായി സജ്ജമാക്കും. വ്യക്തികൾക്ക് നേരിട്ട് വിവരങ്ങൾ നൽകാനുള്ള സൗകര്യം പോർട്ടലിൽ ഒരുക്കും. ഹൗസിംഗ് സെൻസസിന് പ്രത്യേക ചോദ്യാവലി തയ്യാറാക്കിയാവും ഉദ്യോഗസ്ഥർ വീട്ടിലെത്തുക. കളക്ടർമാരാണ് അതത് ജില്ലകളിലെ പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർ. ഡെപ്യൂട്ടി കളക്ടർക്ക് ജില്ലയിലെ സെൻസസ് ഓഫീസറുടെ ചുമതലയും നൽകി. തദ്ദേശ ജോയിന്റ് ഡയറക്ടർ മുതൽ RDO വരെയുള്ള എല്ലാ ജില്ലാതല ഉദ്യോഗസ്ഥർ അഡീഷണൽ സെൻസർ ഓഫീസറുടെ ചുമതലയിലുണ്ടാകും. താലൂക്കുകളിൽ തഹസിൽദാർമാർക്കാണ് മേൽനോട്ടം. മുനിസിപ്പൽ കോർപ്പറേഷൻ, മുനിസിപ്പൽ ടൗൺ, കന്റോൺമെന്റ് എന്നിവിടങ്ങളിൽ അതത് മുനിസിപ്പൽ സെക്രട്ടറിമാരെയും ചുമതലപ്പെടുത്തി. രാജ്യത്തെ 16ാമത്തെ സ്വാതന്ത്ര്യ ഇന്ത്യയിലെ 8ാമത്തെയും സെൻസസ് ആണ് 2027 നടക്കുന്നത്. കോർപ്പറേഷന്റെ ശാസ്തമംഗലത്തെ ഹെൽത്ത് ഇൻസ്പെക്ടർ ഓഫീസിൽ കൗൺസിലർ R ശ്രീലേഖ അനുമതി വാങ്ങാതെ അതിക്രമിച്ചു കയറി ചട്ടലംഘനം നടത്തിയെന്ന പരാതി പോലീസ് അന്വേഷിക്കാനായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് DGPക്ക് കൈമാറി. അഭിഭാഷകൻ കുളത്തൂർ ജയ്സിംഗ് നൽകിയ പരാതിയിലാണ് നടപടി.
കോർപ്പറേഷൻ അപേക്ഷ നൽകിയ കൗൺസിൽ അംഗീകരിച്ച് രേഖാപരമായ അനുവാദം നൽകിയാൽ മാത്രമേ ശാസ്തമംഗലത്തെ കോർപ്പറേഷന്റെ ഹെൽത്ത് ഇൻസ്പെക്ടർ കാര്യാലയത്തിലെ കെട്ടിടത്തിൽ ശ്രീലേഖയ്ക്ക് ഓഫീസ് തുറക്കാൻ നിയമപരമായി കഴിയുകയുള്ളൂ എന്നാണ് പരാതിയിൽ പറയുന്നത്. തനിക്ക് ഓഫീസ് റൂം ഉണ്ടെന്ന് അവകാശപ്പെട്ട് അവിടെ എത്തിയത് ചട്ടലംഘനമാണ് എന്നാണ് പരാതി. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് RSPക്ക് നിലനിൽപ്പിന്റെ പോരാട്ടമാണ്. കഴിഞ്ഞ തവണ മത്സരിച്ച 5 സീറ്റിലും തോറ്റ പാർട്ടിക്ക് നിയമസഭയിൽ പ്രാതിനിധ്യം പോലുമില്ല. കൊല്ലം ജില്ലയിൽ നിന്ന് 3 സീറ്റുകൾ ജയിക്കുക എന്നതാണ് ഇത്തവണ RSPയുടെ ലക്ഷ്യം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ RSPയുടെ പ്രതീക്ഷയാണ് കൊല്ലം ജില്ല. കഴിഞ്ഞ തവണ മത്സരിച്ച 5 ഇടങ്ങളിലും ദയനീയമായി തോറ്റ RSPക്ക് ഇത് സ്വന്തം അസ്തിത്വം നിലനിർത്താനുള്ള പോരാട്ടം കൂടിയാണ്. കൊല്ലം എന്നാൽ RSP അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു. ബേബി ജോണിന്റെയും കെ ബാലകൃഷ്ണന്റെയും എൻ ശ്രീകണ്ഠൻ നായരുടെയും കെ പങ്കജാക്ഷന്റെയും നേതൃത്വത്തിൽ RSP കൊല്ലത്താകെ തഴച്ചു വളർന്നിരുന്ന കാലം. 1996 തിരഞ്ഞെടുപ്പിൽ കൊല്ലം ജില്ലയിൽ നിന്ന് 4 സീറ്റ് വരെ നേടി. അതായത് കൊല്ലത്ത് അന്ന് CPM-നോളം കരുത്തുണ്ടായിരുന്ന പാർട്ടിയായിരുന്നു RSP. കാലം കടന്നുപോയ RSP പലതായി പിളർന്നു. 2021 5 സീറ്റുകളിലാണ് RSP മത്സരിച്ചത്. എന്നാൽ പാർട്ടിയുടെ ഈറ്റില്ലം എന്ന വിളിപ്പേരുള്ള ചവറയിൽ പോലും പച്ച തൊടാനായില്ല. ഇരവിപുരത്തും കുന്നത്തൂരും മട്ടന്നൂരും ആറ്റിങ്ങലിലും ദയനീയ പരാജയം നേരിട്ടു. NK പ്രേമചന്ദ്രന്റെ വ്യക്തിപ്രഭാവത്തിൽ ലോക്സഭാ സീറ്റ് നിലനിർത്താനായതൊഴിച്ചാൽ RSPക്ക് ഇന്ന് കൊല്ലത്ത് രാഷ്ട്രീയ തിരിച്ചുവരവ് തേടുകയാണ്. T20 ലോകകപ്പിനുള്ള ടീമിനെ പ്രഖ്യാപിച്ച് ഓസ്ട്രേലിയ. 15-അംഗ പ്രാഥമിക സ്ക്വാഡിനെയാണ് ഓസ്ട്രേലിയ പ്രഖ്യാപിച്ചത്. മിച്ചൽ മാർഷ് ടീമിനെ നയിക്കുമ്പോൾ പാറ്റ് കമ്മിൻസ്, കാമറൂൺ ഗ്രീൻ, കൂപ്പർ കൊണോലി എന്നിവർ ടീമിൽ തിരിച്ചെത്തി. സ്പിന്നർമാർക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള സ്ക്വാഡിനെയാണ് ഓസീസ് പ്രഖ്യാപിച്ചത്. ആദം സാംബ, കൂപ്പർ കൊണോലി, ഗ്ലെൻ മാക്സ്വെൽ, മാത്യു ഷോട്ട്, മാത്യു കുനമാൻ എന്നിങ്ങനെ സ്പിന്നർമാരുടെ ധാരാളിത്തമാണ് ടീമിൽ. ഇന്ത്യ, ശ്രീലങ്ക എന്നിവിടങ്ങളിലാണ് ടൂർണമെന്റ് എന്നതിനാൽ രാജ്യങ്ങളിലെ സാഹചര്യം വിലയിരുത്തിയാണ് ഓസീസ് ലോകകപ്പ് സംഘത്തെ പ്രഖ്യാപിച്ചത്. സൂപ്പർ താരം മിച്ചൽ സ്റ്റാർക്ക് വിരമിച്ചതിനാൽ ജോഷ് ഹേസൽവുഡ് ആണ് സ്പേസ് നിരയുടെ കുന്തമുന. ട്രാവിസ് ഹെഡ്, ജോഷ് ഇംഗ്ലീഷ്, ടിം ഡേവിസ് തുടങ്ങിയവർ ടീമിലുണ്ട്. പ്രാഥമിക സ്ക്വാഡായതിനാൽ ടീമിൽ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലോകം 2026 വരവേറ്റു. ബ്രിട്ടൻ പുതുവർഷത്തെ വരവേൽപ്പ് നടത്തിയത് മനോഹരമായ വെടിക്കെട്ട് പ്രകടനങ്ങളോടെ. ടോക്കിയോയിലും സിയോളിലും പരമ്പരാഗത മണിമുഴക്കൽ ആഘോഷങ്ങൾ നടന്നു. ആദ്യമായി പുതുവർഷം കാണുന്ന ഏഷ്യൻ രാജ്യങ്ങളായി ജപ്പാനും ദക്ഷിണ കൊറിയയും മാറി. ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് ലണ്ടൻ മേയർ സാദിഖ് ഖാൻ. UK സർക്കാരിന്റെ പുതിയ നികുതി പരിഷ്കാരങ്ങൾ ജനങ്ങൾക്ക് തീരാ തലവേദനയാകും. വാഹന ഉപയോക്താക്കൾക്ക് കൂടുതൽ സാമ്പത്തിക ബാധ്യത നൽകുന്ന പുതിയ നികുതി പരിഷ്കാരങ്ങൾ പ്രാബല്യത്തിൽ. ജനങ്ങളെ പ്രതിസന്ധിയിലാക്കിയ പുതിയ തീരുമാനത്തിന് പിന്നിലെ ലക്ഷ്യം സർക്കാർ വരുമാനം സ്ഥിരപ്പെടുത്തുക. UK-യിലെ NHS-ന്റെ പ്രവർത്തനത്തിൽ ഒരു പൊൻതൂവൽ കൂടി. NHS നൽകിയ ലോകത്തിലെ ഏറ്റവും ചിലവേറിയ 17.9 ലക്ഷം പൗണ്ടിന്റെ ജീൻ തെറാപ്പി ഫലം കണ്ടു. SMA ബാധിച്ച 5 വയസ്സുകാരനുണ്ടായത് അത്ഭുത പുരോഗതി. വലിയ പ്രതീക്ഷയുമായി മെഡിക്കൽ ലോകം. പുതുവത്സരത്തിലും വിദ്വേഷ പ്രസ്താവനകളുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കൊളറാഡോ ഗവർണർ ജാരഡ് പോലീസിനെയും മെസ്സാ കൗണ്ടി ജില്ലാ അറ്റോർണി ഡാൻ റുബിൻസ്റ്റീനെയും ലക്ഷ്യമിട്ട് വിദ്വേഷ പരാമർശം. ട്രംപിന്റെ പരാമർശത്തിലൂടെ പുറത്തു വരുന്നത് അമേരിക്കൻ രാഷ്ട്രീയത്തിലെ കനത്ത വിഭജനവും വിദ്വേഷവും. രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെയും അധിക്ഷേപ വർഷം. നാഷണൽ ഗാർഡ് സൈന്യത്തെ വിന്യസിക്കാനുള്ള നീക്കം താൽക്കാലികമായി നിർത്തിവെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നീക്കത്തിന് പിന്നിൽ കോടതിയുടെ ഇടപെടൽ. ഡെമോക്രാറ്റിക് ഭരണത്തിലുള്ള നഗരത്തിലെ ഗാർഡ് വിന്യാസങ്ങൾക്കെതിരെ കോടതികളിൽ നിന്ന് നേരിട്ടത് നിയമപരമായ തിരിച്ചടി. അമേരിക്കയിൽ ആശങ്കയാകുന്നു ഇൻഫ്ലുവൻസ കേസുകളിലെ വർധനവ്. രോഗവ്യാപനം വരും ആഴ്ചകളിൽ ഇനിയും ശക്തമാകാൻ സാധ്യത. ഇതുവരെ രോഗം ബാധിച്ചത് 75 ലക്ഷം പേർക്ക്. രോഗത്തിനെതിരെ മുന്നറിയിപ്പുമായി സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ. ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിക്ക് പിന്തുണ അറിയിച്ച് ഇന്ത്യ. നിലപാട് വ്യക്തമാക്കിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുമായുള്ള ബന്ധം ദൃഢമാക്കാൻ താരിഖ് റഹ്മാൻ നേതൃത്വത്തിന് കഴിയട്ടെ എന്ന് മോദി. ഖാലിദാസിയയുടെ ആശയങ്ങൾ തുടരാൻ കഴിയട്ടെ എന്നും BNPക്ക് നവ ബംഗ്ലാദേശ് സൃഷ്ടിക്കാനാവട്ടെ എന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘം തന്നെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിട്ടില്ല എന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിട്ടുണ്ടെന്നറിഞ്ഞത് മാധ്യമങ്ങളിലൂടെ മാത്രം. തനിക്കൊന്നും ഒളിച്ചുവെക്കാനോ മറച്ചുവെക്കാനോ ഇല്ല എന്നും ഏതവസരത്തിൽ ആവശ്യപ്പെട്ടാലും SITക്ക് മുന്നിൽ ഹാജരാകാൻ തയ്യാറാണെന്നും അടൂർ പ്രകാശ്. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.